എന്താണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ? നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്താണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ? ഇവിടെയുള്ള ഒരു ബിദ്അത്തുകാരൻ്റെ വണ്ടി അപകടത്തിൽപ്പെട്ട് പ്രായമുള്ള ഒരു ഉപ്പാപ്പ മരിച്ചുപോയി വിചാരിക്കുക. ആ കുടുംബമൊക്കെ ബിദ്അത്തുകാരാണ്. എങ്കിലെന്താ സംഭവിക്കുക? ഗൾഫിൽ നിന്ന് അർജൻറ്റ് യാത്രയൊക്കെ സെറ്റ് ചെയ്ത് ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ എടുത്ത് ഫാമിലിയൊക്കെ വന്നു പോസ്റ്റ്മോർട്ടം ചെയ്ത് ഉള്ള ആ മയ്യത്തിനെ കണ്ടപ്പം തന്നെ പേരക്കുട്ടികളൊക്കെ കരയാൻ തുടങ്ങി. ഇന്നലെ രാത്രി വരെ ഉപ്പാപ്പ വീഡിയോ കോൾ ചെയ്തിട്ട് ഉപ്പാപ്പക്ക് മോളെന്താ കൊണ്ടുവരാന്നൊക്കെ ചോദിച്ചു. ഉപ്പാപ്പയല്ലേ കരയുന്നത് എന്നർത്ഥത്തിൽ, കിടക്കുന്നത് എന്നർത്ഥത്തിൽ ഈ കുട്ടി കരയാൻ തുടങ്ങിയത്. ആ കുട്ടി ഇങ്ങനെ കരഞ്ഞോണ്ട് ദ്വാരക്കാൻ പോവാണ്. എന്ത്? എൻ്റെ ഉപ്പാപ്പാക്ക് നീ സ്വർഗം. അങ്ങനെ ദ്വാരക്കാൻ പോകുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാരനായ അല്ലെങ്കിൽ മുജാഹിദുകാരനായ വഹാബിയായ ഉപ്പ ഈ കുട്ടീൻ്റെ കൈക്കൊരു നുള്ളു കൊടുത്തു. ഞാണ്ട് മിണ്ടാണ്ടെന്ന് പറഞ്ഞു. എന്ത് എന്ത് ഇപ്പം എന്തിനും നുള്ളുന്നു? മരിച്ചവർക്ക് ദ്വാരക്കാൻ പാടില്ല. ഇങ്ങനത്തെ ഒരു ഉണങ്ങിയ മതാണ് ഇവരുടേത്. ഈ അപകടത്തിൽ മരിച്ച ഉപ്പാപ്പാക്ക് പുറത്തു കൊടുക്കണേ, അല്ലെങ്കിൽ സ്വർഗം കൊടുക്കണേ, ഉപ്പാപ്പാക്ക് നമ്മൾ ചെയ്ത ഫാത്തിഹയുടെ ബർക്കത്തുകൊണ്ട് സ്വർഗം കൊടുക്കണേന്ന് ദ്വാരക്കാൻ പറ്റൂല. അത്രക്കും വരണ്ടുപോയ ഉണങ്ങിയ പ്രത്യയശാസ്ത്രമാണ് ഇവരുടെ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, അത്രക്കും ഉണങ്ങിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കി വിദേഹത്തുകാരുടെ ഒരു കഥ. അതിൽ പെടാതിരിക്കണമെങ്കിൽ ചെറിയ പ്രായത്തിലെ മക്കളെ സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കണം. ഉപ്പമാരോട് ഉമ്മമാരോടുള്ള വസിയത്താണ്. ബിദ്അത്തിലേക്ക്, യുക്തിവാദത്തിലേക്ക്, വൃത്തികേടുകളിലേക്ക് പോകാതിരിക്കണമെങ്കിൽ രണ്ട് കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് അല്ലിമു ഔലാദക്കും അസ്സുന്നത്ത് വൽ ജമാഅ. അതാണ് ഖു അൻഫുസക്കും വഅഹ്ലീകും നാറ എന്ന ആയത്തിന് ഇമാം കുശൈരി റഹിമഹുല്ലാഹ് കൊടുത്ത വ്യാഖ്യാനം. നിങ്ങൾ മക്കളെ നരകത്തുനിന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറയുന്നതിൻ്റെ വ്യാഖ്യാനം തന്നെ മഹാനവർകൾ പറയണത്, നിങ്ങൾ മക്കൾക്ക് സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കണം, മദ്രസ നന്നായി പഠിപ്പിക്കണം, കുട്ടികളെ ഇൽമിൻ്റെ വഴിയിലേക്ക് തിരിച്ചുവിടണം.